പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. സൂര്യൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1199 മിഥുനമാസം 1-ാം തീയതി ശനിയാഴ്ച, അതായത് 2024 ജൂൺ 15-ാം തീയതി സൂര്യൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നത്. മേടം മുതൽ 12 രാശിക്കാർക്കും ഈ സൂര്യൻ്റെ മിഥുന രാശിയിലേക്കുള്ള സഞ്ചാരത്തിൻ്റെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ഇവിടെ സംസാരിക്കുന്നത്. നമുക്ക് ഈ സൂര്യൻ്റെ സഞ്ചാരം ഏതെല്ലാം രാശിക്കാർക്ക് ഗുണപരമാണെന്ന് ആദ്യം ചിന്തിക്കാം. മേടം രാശിക്കാർക്ക് ഈ സൂര്യൻ്റെ 3-ാം ഭാവത്തിലുള്ള സഞ്ചാരം വളരെ ഗുണമാണ്. ഇടവൻ രാശിക്കാർക്ക് 2-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് വളരെ ഗുണമാണ്. മിഥുനം രാശിക്കാർക്ക് 3-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് മിശ്രഫലത്തെ പ്രദാനം ചെയ്യുന്നു. കർക്കടകം രാശിക്കാർക്ക് 12-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് ഗുണകരമല്ല. ചിങ്ങൻ രാശിക്കാർക്ക് 11-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് വളരെ ഗുണമാണ്. കന്നി രാശിക്കാർക്ക് 10-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് വളരെ ഗുണമാണ്. തുലാം രാശിക്കാർക്ക് 9-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതും ഗുണമാണ്. വൃശ്ചികം രാശിക്കാർക്ക് ഏറ്റവും ദുർബലമായ 8-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് അശുഭഫലത്തെ സൂചിപ്പിക്കുന്നു. ധനുരാശിക്കാർക്ക് 7-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് മിശ്രഫലത്തെ സൂചിപ്പിക്കുന്നു. മകരം രാശിക്കാർക്ക് 6-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് മിശ്രഫലത്തെ സൂചിപ്പിക്കുന്നു. കുംഭം രാശിക്കാർക്ക് 5-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് പ്രായണ ഗുണമാണ്. മീനം രാശിക്കാർക്ക് 4-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് അത്ര ഗുണകരമല്ല. മേടം രാശിക്കാർക്ക് സൂര്യൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ഗുണമാണ്. ഇവിടെ 5-ാം ഭാവാധിപനായ സൂര്യനാകുന്നു 3-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തൻ്റെ ബൗദ്ധികമായ തലത്തിൽ തനിക്ക് ധാരാളം കോൺട്രിബ്യൂട്ട് ചെയ്ത് അധികാരം, പുരസ്കാരം ഒക്കെ വാങ്ങാനാകുന്ന വളരെ അനുകൂലമായ സമയമാകുന്നു. മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും ഈ സൂര്യൻ വളരെയധികം ഗുണകരമായ അവസ്ഥ സംജാതമാക്കുന്നതാണ്. മതി വിക്രമവാൻ തൃതീയകെ അർക്കെ എന്നാണ്. 3-ലെ സൂര്യൻ ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും. സഹോദര ഭാവത്തിന് ഈ സൂര്യൻ അത്ര ഗുണമല്ല, പ്രത്യേകിച്ച് ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക്. അതേ രീതിയിൽ ഈ 3-ലെ സൂര്യൻ 9-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. 9-ാം ഭാവം തൻ്റെ പിതാവാകുന്നു. പിതൃകാരകനായ സൂര്യൻ ആ ഭാവത്തിലേക്ക് നോക്കുന്നത് പിതാവിനും അത്ര ഗുണകരമല്ല. എങ്കിലും മേടൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു സൂര്യനാണ്. തൻ്റെ ആത്മപ്രഭാവം, വ്യക്തിത്വം, പൗരുഷം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള ഒരവസ്ഥ വിശേഷം മേടൻ രാശിക്കാർക്ക് സംജാതമാകുന്നതാണ്. ഇനി ഇടവം രാശിക്കാർക്ക് ഇന്ന് ജന്മവ്യാഴമാണ്. ശാരീരികമായ അല്ലെങ്കിൽ മാനസികമായ സംഘർഷങ്ങൾ കൂടുതലുണ്ടാവുന്ന സമയമാണ്. എങ്കിലും 2-ലെ സൂര്യൻ നല്ല ഭാഗ്യത്തെ അവർക്ക് പ്രദാനം ചെയ്യും. ധനയസ്യ ഭാനുർ സ ഭാഗ്യാധികസ്യാത് ചതുഷ്പാസുഖം സദ്വയെ സംചയാതി. വാഹനസുഖം ഇടവൻ രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്നതാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം കാശ് ചെലവാക്കുവാനുള്ള അവസരം കൈവരുത്തുന്നതാണ്. കുടുംബേ കലിർ ജായദേവി. ഭാര്യ കാരണം കുടുംബത്തിൽ കലഹമുണ്ടാകുന്ന മാസമാകുന്നു. അതുകൊണ്ട് ദാമ്പത്യ വിഷയങ്ങൾ, മറ്റ് ബാന്ധവന്മാരും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇടവൻ രാശിക്കാർ ശ്രമിക്കേണ്ടതാണ്. അധികം ലാഭം പ്രതീക്ഷ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലസിദ്ധി വളരെ കുറയുന്നതാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട മാസമല്ല ഇടവൻ രാശിക്കാർക്ക് മിഥുനമാസം. പ്രത്യേകിച്ച് ജന്മവ്യാഴം വെറുതെ കാശ് നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി മിഥുനം രാശിക്കാർക്ക് സഹോദര ഗുണം നന്നായി അനുഭവിക്കാൻ പറ്റുന്ന ഗുണമാണ്. മുതിർന്ന സഹോദരങ്ങളെ കൊണ്ട് പല രീതിയിലുള്ള ഉപകാരങ്ങളും സഹായങ്ങളും ഈ മിഥുനം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ്. വാഹനാപകടം വളരെ ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് 2 വീലർ ഉപയോഗിക്കുന്ന വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കുക. അധോമുഖ രാശി ആരൂഢമാണ്. അതേ രീതിയിൽ സാമ്പത്തികമായ ഇടപെടലുകൾക്കും ഈ മാസം വളരെയധികം ശ്രദ്ധിക്കുക. താൻ വ്യാപാരമോ കച്ചവടമോ ഒക്കെ ചെയ്താലും തനിക്ക് കിട്ടേണ്ടുന്ന ബിൽ അഥവാ ലാഭം അഥവാ കമ്മീഷൻ ഇത് കിട്ടാതെ നമ്മുടെ എതിർപക്ഷക്കാർ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു മാസമാകുന്നു ഈ ഒരു മാസം. അതുകൊണ്ട് വളരെയധികം ജാഗ്രത പുലർത്തുക. ജ്യോതിഷ പ്രേമികൾക്ക് അല്ലെങ്കിൽ നിഗൂഢമായ ശാസ്ത്രം പഠിക്കുന്നവർക്ക് ഓക്കൾട്ട് സയൻസ്
അഭ്യസിക്കുന്നവർക്ക്, പൂജ പഠിക്കുന്നവർക്ക് വളരെ നല്ല മാസമാകുന്നു ഈ ഒരു മാസം. ഇനി കർക്കിടകം രാശിക്കാർക്ക് ധനാധിപനായ ആദിത്യൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നു. സാമ്പത്തികമായ ഒരു ഇടപെടലിനും അനുകൂലമായ മാസമല്ല ഈ ഒരു മാസം. 12ലെ രവി പതിതസ്തുരിഭേ, വീഴ്ചയാണ് പറഞ്ഞിട്ടുള്ളത്. ശാരീരികമായ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കുക. ശത്രുക്കളെ ജയിക്കും എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ശരീരത്തിൻ്റെ സുഖദുഃഖങ്ങൾ ശ്രദ്ധിക്കാതെ ഹാർഡ് വർക്ക് ചെയ്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതാണ്. അച്ഛൻ്റെ സഹോദരങ്ങൾ, പിതാവുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഈ മാസം വളരെ മോശമാണ്, പ്രതികൂലമാണ്. അവരുടെ ആരോഗ്യസ്ഥിതി, അപകടങ്ങൾ, സർജറി ഒക്കെ ശ്രദ്ധിക്കണം. വഴിയിൽ വെച്ച് അപകടമുണ്ടാവുമെന്നാണ്. അതുകൊണ്ട് വളരെയധികം കർക്കിടക രാശിക്കാർ രാത്രി സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അസംഭാവ്യമായ ബുദ്ധിമുട്ടുകൾ യാത്രയിൽ നേരിടേണ്ടി വരുന്നതാണ്. അടുത്തതായി ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും നല്ല മാസമാകുന്നു ഈ 11ലെ ആദിത്യൻ. തൻ്റെ കർമ്മമേഖലയിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക്, ഗവേഷകർക്ക്, ബിരുദ സമ്പാദനം, വിദേശയാത്ര, ഇതിനൊക്കെ അനുകൂലമായ മാസമാകുന്നു ചിങ്ങം രാശിക്കാർക്ക് ഈ ആദിത്യൻ പ്രദാനം ചെയ്യുന്നത്. രവസംഭവേ സംജ ലാഭോപയാതെ നിർവദ്വാരതോ രാജമുദ്രാധികാരാത്, രാജാവിൻ്റെ മുദ്ര, അംഗീകാരം, ചിഹ്നം, അവാർഡ്, ബഹുമതി, ഇതൊക്കെ ഇവർക്ക് ലഭിക്കാവുന്നതാണ്. തൻ്റെ പ്രതാപത്തിൽ തന്നെ ശത്രുക്കൾ നശിച്ചു പോകുമെന്നാണ്. പല രീതിയിലുള്ള സമ്പത്ത് വരുന്നു. സന്താനങ്ങൾക്ക് ഈ 11ലെ സൂര്യൻ അത്ര നല്ലതല്ല. കാരണം ചിങ്ങം രാശിക്കാർക്ക് 5ാം ഭാവം, സന്താന ഭാവത്തിലേക്ക് സൂര്യൻ്റെ ദൃഷ്ടി അത്ര ഗുണകരമല്ല. ഇനി കന്യരാശിക്കാർക്ക് ഈ സൂര്യൻ 10ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ വളരെയധികം ഗുണത്തെ പ്രദാനം ചെയ്യുന്നതാണ്. 12ാം ഭാവാധിപനായ സൂര്യൻ 10ൽ നിൽക്കുന്നു. ജനന്യാഹ യാതനാം ആദനോതി, അമ്മയ്ക്ക് യാതനകൾ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നതാണ്. പക്ഷെ തനിക്ക് അധികാരം, പവർ, കയ്യിൽ ദണ്ഡനാഥ, കയ്യിൽ വടിപിടിക്കേണ്ടി വരുന്ന ഗുണപരമായ അവസ്ഥ കർമ്മമേഖലയിൽ തനിക്ക് സംജാതമാകുന്നതാണ്. അംഗീകാരം ധാരാളം ലഭിക്കുന്നതാണ്. വാഹനാപകടം ശ്രദ്ധിക്കുക. വൈകല്യവാനായ സൂര്യൻ 10ൽ നിൽക്കുമ്പോൾ വാഹനാപകടമുണ്ടാകും. കർമ്മത്തിൽ ശത്രുക്കളുണ്ടാകും. ശത്രുക്കളെ ഉറച്ചു നേരിടുക. ഗുണപരമായ അവസ്ഥ സംജാതമാകട്ടെ. ഇനി തുലാം രാശിക്കാർക്ക് ആദിത്യന് 9ാം ഭാവത്തിൽ നിൽക്കുന്നു. അവരുടെ ചിന്ത ഒരിക്കലും അവസാനിക്കുന്നില്ല. മനസ്സ് ചിന്താജട ദർശനമായിരിക്കും. തനിക്ക് ഇഷ്ടമില്ലാതെ തീർത്ഥാടനത്തിന് പോകേണ്ടുന്ന ഒരവസ്ഥ കൈവരുന്നതാണ്. സഹോദരങ്ങൾക്ക് ദുഃഖമുണ്ടാകുന്ന മാസമാകുന്നു. ക്രിയയിൽ, ജോലിയിൽ ഔന്നത്യം, ഉന്നതമായ ഒരവസ്ഥയെ ഈ സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ്. ഇനി ഈ 12 രാശികളിലും വൃശ്ചികം രാശിക്കാർക്കാകുന്നു പ്രായേണ ഒരു ദോഷകരമായ സമയം. കാരണം അവർക്ക് കർമാധിപനായ ജോലിയെ ചിന്തിക്കേണ്ടുന്ന സൂര്യനാണ് അഷ്ടമത്തിൽ ഏറ്റവും ദുർബലമായി നിൽക്കുന്നത്. എടുത്തുചാടി വിവാഹബന്ധങ്ങൾ, പ്രേമം, ഒളിച്ചോട്ടം, ഇതൊക്കെ സംഭവിക്കുന്ന മാസമാകുന്നു. വളരെ ആലോചിക്കുക. തൻ്റെ കുടുംബത്തിൻ്റെ സൽപ്പേര് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കളയുവാനുള്ള ഒരു ആവേശം കാണിക്കുന്ന മാസമാകുന്നു. വളരെ ശ്രദ്ധിക്കുക. സഹസാ വിധതീത നക്രിയാം, ഒരു കർമ്മവും എടുത്തുചാടി ചെയ്യരുതെന്നാണ് ഭാരവി കിരാതാർജുനീയത്തിൽ ഉപദേശിച്ചിരിക്കുന്നത്. ഈ ഉപദേശം ഏറ്റവും അധികം വേണ്ടത് വൃശ്ചികം രാശിക്കാർക്കാണ്. അടുത്തതായി ധനുരാശിക്കാർക്ക് ഭാഗ്യാധിപനായ സൂര്യൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. വിവാഹ തീരുമാനങ്ങൾക്കൊക്കെ അനുകൂലമായ സമയമാണ്. പലപ്പോഴും വീട്ടിലുള്ള ഭാര്യയ്ക്ക് വളരെയധികം പരിഭവങ്ങൾ വരും. അതുകൊണ്ട് ഭാര്യാസുഖം കുറയാതെ നോക്കുക. ഭാര്യയെ സന്തോഷിപ്പിക്കുക നന്നായിട്ട്. അടുത്തതായി മകരം രാശിക്കാർക്ക് സൂര്യൻ വളരെ ശക്തമായി 6ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് വളരെ നല്ലതാണ്. ഞാൻ മിശ്രഫലം എന്ന് പറഞ്ഞത് ഇവിടെ ആദിത്യൻ 8ാം ഭാവാധിപനാണ്. അഷ്ടമാധിപനായ സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ രോഗാദി അരിഷ്ടതകളെ ശ്രദ്ധിക്കണം, വാഹനങ്ങളെ ശ്രദ്ധിക്കണം, പശുക്കളെ ശ്രദ്ധിക്കണം. വഴിയിൽ വെച്ചിട്ട് ദുർജനങ്ങളുടെ വല്ല ഭീഷണിയോ അപകടമോ ആപത്തുകളോ ഉണ്ടാകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള മാസമാകുന്നു ഈ മിഥുന മാസം. ശ്രദ്ധിക്കുക. ഇനി കുംഭം രാശിക്കാർക്ക് 5ലെ ആദിത്യൻ ഉദരസംബന്ധമായ രോഗത്തിന് വളരെയധികം സാധ്യതയുള്ള സമയമാണ്. വളരെ ശ്രദ്ധിക്കുക. മക്കൾക്ക് അരിഷ്ടത വന്ന് ആശുപത്രിയിൽ പോകേണ്ടുന്ന അവസ്ഥയൊക്കെ സൃഷ്ടിക്കപ്പെടുന്നു മിഥുനത്തിലെ സൂര്യൻ.
നല്ല കുശാഗ്ര ബുദ്ധിയാണ്. പല കാര്യങ്ങൾക്കും പലരുടെയും കൺസൾട്ടൻ്റായി, ഉപദേശകനായി പരിശോഭിക്കുവാൻ കഴിയുന്ന സമയമാണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് അത്ര അനുകൂലമായ സമയമല്ല. അസുതോ ധനവർജിത സ്ത്രീകോണേ, ധനം തൻ്റെ കൈവശത്തിൽ നിന്നും പോകുമെന്നാണ് ഫലം പറഞ്ഞത്. അതുകൊണ്ട് സാമ്പത്തിക ഇടപെടലുകൾ വളരെ സുതാര്യമാക്കുക. ഇനി മീനം രാശിക്കാർക്ക് വാഹനാപകടത്തിൻ്റെ സമയമാണ്, ശ്രദ്ധിക്കുക. ശത്രുപതിയായ സൂര്യൻ 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കുടുംബത്തിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ധാരാളം ശത്രുക്കൾ ഉണ്ടാകും, മുറുമുറുപ്പുകൾ ഉണ്ടാകാം, ജനങ്ങളും തന്നോട് കലഹിക്കുന്ന ഒരവസ്ഥ സംജാതമാകുന്നതാണ്. വളരെ ശ്രദ്ധിക്കുക. അനാവശ്യമായ വിവാദങ്ങളിലേക്ക് എടുത്തു ചാടാതിരിക്കുക. ദേശം വിട്ടു പോകേണ്ടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നല്ല ദിവസവും നല്ല സമയവും നോക്കി മാത്രം യാത്ര നിശ്ചയിക്കുക. ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ തനിക്ക് മാനഹാനി നേരിടും. അതുകൊണ്ട് യുദ്ധത്തിനോ വാക്തർക്കത്തിനോ പരസ്പരമുള്ള ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഈ മാസം മീനം രാശിക്കാർക്ക് അനുവദനീയമല്ല. പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ എങ്ങനെ നമുക്ക് സൂര്യനെ സന്തോഷിപ്പിക്കാം? ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക. ആദിത്യ ഹൃദയ മന്ത്രം ഏറ്റവും നല്ല ഔഷധമാകുന്നു ഈ മിഥുന മാസത്തിൽ. ഇവിടെ കർക്കിടകം, വൃശ്ചികം, ധനു, മകരം, മീനം രാശിക്കാർക്ക് ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. തുലാം രാശിക്കാർ തൻ്റെ പിതാവിന് വേണ്ടി, കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രക്കാരായ പിതാവിന് വേണ്ടി മൃത്യുഞ്ജയ ഹോമം അവരുടെ നക്ഷത്രത്തിൽ കഴിപ്പിക്കുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മിഥുന രാശിയിലേക്കുള്ള ഈ സൂര്യൻ്റെ പ്രയാണം വളരെ അനുകൂലമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.